വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് പ്രിൻസസ് കട്ട് കുർത്തിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് പോയി തൊടണം. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഈ പേപ്പറിൻ്റെ ലെങ്ത്ത് അധികം വേണ്ട, പക്ഷേ വിഡ്ത്ത് കറക്റ്റ് ആയാൽ മതി. എന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുർത്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിലെ ആം ഹോളാണ് ചെയ്യേണ്ടത്, ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ടിലേന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ബാക്കിലെ ആം ഹോൾ വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ആം ഹോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു കർവ് ഷേപ്പിൽ, ആ ഷേപ്പിൽ നമുക്കിതൊന്ന് വരയ്ക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പ്രിൻസസ് കട്ട് കുർത്തിക്ക് നമ്മളെപ്പോഴും സാധാരണ കുർത്തിക്കൊക്കെ നമ്മൾ 1 ഇഞ്ചൊക്കെ ആയിരിക്കും തയ്യൽ തുമ്പിടുന്നത്. പക്ഷേ പ്രിൻസസ് കട്ട് കുർത്തിക്ക് നമ്മൾ മിനിമം 3 ഇഞ്ചെങ്കിലും ഇടണം. അപ്പോൾ അതെന്തായാലും മറന്നു പോകരുത്. അത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തികയില്ല. അപ്പോൾ അത് മറക്കരുത്, 3 ഇഞ്ചെങ്കിലും നമ്മളിങ്ങനെ വിടണം. അപ്പോൾ ഇത്രയും ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ബാക്കിലെ ആം ഹോളിൻ്റെ പകുതി കാണണം. അപ്പം നമുക്ക് ആദ്യം ഇത് ഫുള്ളായിട്ടൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. അപ്പം അത് നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് 8 കിട്ടുന്നതെങ്കിൽ 4 മാർക്ക് ചെയ്യുക. അപ്പം പകുതി എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് പോയിൻ്റ് ആണ്. അതിനുശേഷം അവിടുന്ന് തന്നെ നമ്മൾ താഴത്തേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം, ഇവിടുന്ന് മുകളിൽ നിന്ന് തന്നെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും സെയിം ആയിരിക്കും. നിങ്ങളുടെ എത്രയാണോ നോക്കിയിട്ടും കൂടി ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് മാർക്ക് ചെയ്യാം നമ്മുടെ വേസ്റ്റ്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രിൻസസ് കട്ടിന്, ആ കട്ടിങ്ങിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 10 നമ്മൾ ബസ്റ്റ് പോയിൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് താഴത്തേക്ക് 4.5 മാർക്ക് ചെയ്യുന്നു, പിന്നെയും 4.5 മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ 4 ഇഞ്ച് വീതം നമ്മുടെ ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടുന്ന് മാർക്ക് ചെയ്യണം. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്ര വരെ നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്, കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത്, 48 ലെങ്ത്ത് എങ്കിൽ 48 വരെ താഴെ വരെ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ പേപ്പറിൽ അത്രയും ലെങ്ത്ത് ഇല്ല, നമ്മൾ ചുരിദാറിൽ കട്ട് ചെയ്യുമ്പം അത് ലെങ്ത്ത് നമ്മൾ ആക്കിയാൽ മതി. അപ്പം ഈ പേപ്പറിലുള്ള എത്രയും നമുക്ക് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഇവിടെയാണ് നമ്മൾ ഫുൾ ഷേപ്പിങ്ങും വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഇങ്ങനെയൊന്ന് വരയ്ക്കാം. ഇതൊക്കെ ക്ലിയർ ആയിട്ട് ലാസ്റ്റ് ഒരു പേനയും കൊണ്ട് വരച്ച് കാണിക്കാം കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഈ ആം ഹോളിൻ്റെ സെൻറ്റർ കണ്ടില്ലായിരുന്നോ, അതായത് 4.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4.5ൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്ക് 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ, ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ മാർക്ക് ചെയ്ത് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, ആ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്കൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുകളിലെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടുന്ന് താഴത്തേക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മുകളിലേക്കും വരയ്ക്കണം. നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ നമ്മൾ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലായിരുന്നോ താഴെ, അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലൈനിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴത്തേക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആം ഹോളിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തില്ലായിരുന്നോ, അത് നമുക്കിത് ഈ ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ?
നമ്മളിവിടെ ബാക്കിലെ ആം ഹോളായിരുന്നു മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രണ്ടിലെ ആം ഹോളിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫ്രണ്ടിൽ പീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി കട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ ഇപ്പം ഞാൻ ഈ പേനയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ല പെന്നും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അപ്പം ഈ പേനയും കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഭാഗം ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ടിൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞൊരു 1/4 ഇഞ്ചും കൂടി വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആം ഹോൾ മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, അരയിഞ്ച് വിട്ടിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ആ വരച്ച ലൈൻ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും പറഞ്ഞു തരുന്നേക്കാളും. അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതൊക്കെ എന്തിനാണ് കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിൻസസ് കട്ട് കുർത്തി എന്നൊക്കെ പറയുമ്പം നല്ല ഷേപ്പിലായിരിക്കും നിൽക്കുക. അപ്പം നമ്മുടെ ബോഡി എന്ന് പറയുമ്പം ഇങ്ങനെ കുറച്ച് ഷേപ്പ് ഉള്ളതാണല്ലോ. അപ്പം ആ ഒരു ഷേപ്പ് നമ്മുടെ ഡ്രസ്സിലേക്കും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. പിന്നെ ഈ കട്ടിങ് നമ്മുടെ ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. പ്രിൻസസ് കട്ട് ഒരിക്കലും പുറകിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പുറകിൽ വേണമെങ്കിൽ നമുക്കൊരു ടെക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു കുർത്തിയുടെ ബാക്കിൽ 3 പീസസാണ് വെച്ചേക്കുന്നത്. അത് അങ്ങനെ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഒരു പീസായിട്ട് തന്നെ വെച്ചാലും മതി, നോർമൽ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ 3 പീസസ് വന്നപ്പോൾ ബാക്കിലും ഒരു ഭംഗിക്ക് വേണ്ടി അതുപോലെ വെച്ചെന്നേ ഉള്ളൂ. അപ്പം താഴെ വരെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിൽ കിട്ടും. ഇതിപ്പം മടക്കി വെച്ചേക്കണതാണ്. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഉണ്ട്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഫാബ്രിക്കിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ആ ഗ്രീൻ കളറ് 1.5 മീറ്ററും മറ്റേ പ്രിൻറ്റഡ് കളറ് 1 മീറ്ററാണ്. അപ്പം ഈ ഒരു ഫാബ്രിക്ക് സാൻഡൂൺ ടൈപ്പ് ഫാബ്രിക്കാണ്. അപ്പം ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സൈഡിലെ 2 ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഫോട്ടോയിൽ വരുമെന്ന് നോക്കുക നിങ്ങൾ. ഈ ഒരു ഭാഗം ഇതിന് വേണ്ടിയിട്ടും, അതുപോലെ ഈ സെൻറ്ററിലെ ഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ മടങ്ങിയിരിക്കണതാണ് കേട്ടോ. ഇതുപോലെ നിവർത്താം. ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഒറ്റ കളറുമാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രീൻ കളറ് ഇവിടെയും. അപ്പം ഇത് 1.5 മീറ്ററും മറ്റേത് 1 മീറ്ററുമാണ് കേട്ടോ. ടോട്ടൽ 2.5 മീറ്ററാണ് മെറ്റീരിയൽ. അപ്പം ഇനി നമുക്ക് ഒരു പണിയില്ല. ഇത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് തന്നെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിനി ഒന്നും കൂടെ കാണിക്കുന്നില്ല, ഭയങ്കര ലെങ്തി ആയി പോവും. അതുപോലെ തന്നെ നമുക്ക് സൈഡിലെ ഭാഗം കട്ട് ചെയ്യാം. സൈഡിൽ 2 പീസ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. മറ്റോടത്ത് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ മാർക്ക് ചെയ്യുമ്പം 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുക. കാരണം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു സൈഡ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂട്ടിയിടുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെ കിട്ടും. അപ്പുറ സൈഡിലും ഇതുപോലെയുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് നല്ല വശങ്ങൾ 2 മുള്ളി പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ പേപ്പർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത്ത് പേപ്പറിൽ ഇല്ലല്ലോ. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം. അത് മറക്കരുത്. ലെങ്ത്തും അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് പോയത് കേട്ടോ. അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കിട്ടും. 2 സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിലെ പോർഷൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. അപ്പം ബാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 3 പീസ് വെക്കാം, അല്ലെങ്കിൽ ആ ഒറ്റ മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ 3 പീസാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻറ്ററിലെ പീസിന് വേണ്ടിയിട്ട് ഇത് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ വരെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിൽ 2 വെക്കാനായിട്ടുള്ള പീസ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്കതൊരു ഒറ്റ പീസായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ബാക്കി വെക്കാൻ പോകുന്നത്. അപ്പം ഈ 2 സൈഡിലും ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാബ്രിക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് എടുത്ത ആ ഒരു ഡ്രസ്സ് നമുക്കിതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ നെക്കും അതുപോലെ ഷോൾഡറും ഒക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോളും അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. പിന്നെ ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമ്മളവിടെ തയ്യൽ തുമ്പിന് വേണ്ടി പോകുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ തയ്യൽ തുമ്പിന് വേണ്ടി സൈഡിൽ നമ്മൾ 1.5 ഇഞ്ചൊക്കെ വെച്ചാൽ മതി. നേരത്തെ നമ്മൾ പ്രിൻസസ് കട്ടിന് ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ച് വെച്ചായിരുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ കണ്ടോ, ഇവിടെ ഇത്രയും ഒരു ഇത് മതി. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് ഷോൾഡർ ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി ബാക്കിൽ പീസ് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഫ്രണ്ടിലെ പീസും ഇങ്ങനെ വെക്കുക. അപ്പം നല്ല 2 വശങ്ങളും കാണുമ്പോൾ അറിയാലോ ഉള്ളിലാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണ്ട. ഇതുപോലെ കുറച്ച് പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് ഈ നെക്ക് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തടിക്കാം. ബോട്ട് നെക്കല്ലേ, അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തടിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് ഫാബ്രിക് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ വയ്ക്കുക. 2 സ്ലീവിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ കുർത്തിയുടെ ആം ഹോൾ ഇതുപോലെ കൊണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്തിട്ട് അതിനേക്കാളും 4 ഇഞ്ച് അപ്പുറത്തോട്ടും കൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് കൈൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്തും നോക്കണം. ഇപ്പോൾ എനിക്ക് 13 വേണ്ടത്, അപ്പോൾ ഞാൻ 14 മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത 2 സ്ലീവിൻ്റെ ആ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ്. കാരണം നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ ഇച്ചിരി ഷേപ്പിലാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് രണ്ടും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയടിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ കുർത്തിയുടെ നല്ല വശമാണ് അത്, അതിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഒന്ന് നമ്മൾ പിന്നൂത്തി ഒന്ന് കാണിക്കാം. അപ്പം ഇതിങ്ങനെ കുത്തിപ്പോണ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇത് നമ്മൾ താഴെയും അതുപോലെ ചെയ്യാം. 2 സൈഡ് നമുക്കിതുപോലെ 2 സ്ലീവിലും നമുക്കിതുപോലെ ചെയ്യാം. അപ്പം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ അളവിനെടുത്ത് ആ കുർത്തി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ അവിടം വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതും അപ്പർ സൈഡ് നമുക്ക് ഹിപ്പിൻ്റെ അവിടം വരെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അന്നേരമായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ വന്നത്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മുടെ ആ ഒരു സ്ലിറ്റ് വന്നോടം വരെ നമുക്ക് മാർക്ക് ചെയ്യണം. അവിടെ വരെ നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് 2 സൈഡും. ഇനി നമുക്ക് മാർക്ക് ചെയ്തോളം ഇവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ നമ്മളിതാ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള സ്ലിറ്റ് അടിക്കുകയാണ്. അപ്പം സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലിറ്റിന് എത്രയാണോ ആ ഒരു വിരിവ് വേണ്ടത് അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ എടുത്തിട്ട് ഒരു നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. താഴെ വരെ വരച്ചു കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ വരച്ചു കൊടുത്തുന്ന ഇപ്പോഴത്തേക്ക് ഓരോ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. താഴെ വരെ ഓരോ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അപ്പർ സൈഡിലും ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്കിപ്പോൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ലൂസ് സ്റ്റിച്ച് ചെയ്ത് പോകാം. കാരണം നമ്മളത് അഴിച്ചു കളയാനുള്ളതാണ്. അപ്പം ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് അഴിച്ചു കളയാനുള്ളതാണ്. അപ്പം ഒരു വശം ചെയ്തിട്ട് അടുത്ത വശം ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ആ ഒരു ഇത് നമ്മൾ കൂട്ടിയടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ സ്ലിറ്റ് മടക്കി അടിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൺട്രോൾ കിട്ടും എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ. കാരണം നമുക്ക് അവിടെ ഒരു അടുപ്പ് വരുന്നതുകൊണ്ട് എന്തോരം മടക്കണം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ സാധാരണ സ്ലിറ്റ് ചെയ്യാറ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ചെയ്യാൻ നോക്കാം. അപ്പം ഒരു ഭാഗം ചെയ്ത് മുകളിൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് അപ്പോഴത്തേക്ക് വെച്ചിട്ട് ഇതും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ താഴത്തേക്കും ചെയ്യാം. അല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലൂസ് സ്റ്റിച്ച് കൊടുത്തോടെ നമുക്കിങ്ങനെ അഴിച്ചിടാം. അപ്പം നമ്മുടെ സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലിറ്റും ഇതുപോലെ തന്നെ മറ്റേ സൈഡിലെ സ്ലിറ്റും ചെയ്യാം. കണ്ടോ, ഇപ്പം നമുക്ക് ഇങ്ങനെ ചുളുങ്ങാതെയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡും അടിഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കാം. അങ്ങനെ നമ്മുടെ പ്രിൻസസ് കട്ട് കുർത്തി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്